അച്ഛൻ്റെയും ചേട്ടൻ്റെയും പാതയിലൂടെ വിസ്മയ മോഹൻലാലും ക്യാമറയ്ക്ക് മുന്നിലെത്തുകയാണ്. വിസ്മയയുടെ ആദ്യ ചിത്രമായ തുടക്കം റിലീസിന് ഒരുങ്ങുകയാണ്. ഏറെ നാളായി ആരാധകർ കാത്തിരിക്കുന്ന അരങ്ങേറ്റമാണ് വിസ്മയയുടേത്. കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ആത്മവിശ്വാസം ലഭിച്ചതെന്നാണ് വിസ്മയ പറയുന്നതും. സിനിമയ്ക്ക് പുറമെ എഴുത്ത്, ചിത്രരചന തുടങ്ങിയ മേഖലകളിലും വിസ്മയയ്ക്ക് താൽപ്പര്യമുണ്ട്. യാത്രാ പ്രേമിയായ വിസ്മയയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. സഹോദരൻ പ്രണവ് മോഹൻലാലിൻ്റെ യാത്രകളും ഏറെ പ്രശസ്തമാണ്. ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ യാത്രകളെക്കുറിച്ച് സംസാരിക്കുകയാണ് വിസ്മയ. ഞാനും അപ്പുച്ചേട്ടനും കസിനും കൂടി ഹിമാലയൻ യാത്ര നടത്തിയതിൻ്റെ ഓർമ്മകളാണ് ഇതുവരെയുള്ള യാത്രകളിൽ ഏറ്റവും സുന്ദരം. മറ്റൊരു ലോകത്ത് നിൽക്കുന്ന അനുഭവം. നടന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊപ്പം ഒരു പട്ടിക്കുട്ടിയും വന്നു. 7 മണിക്കൂറിൽ കൂടുതൽ നടന്നു. ഇടയ്ക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളവും തീർന്നു. അടുത്ത വില്ലേജ് കണ്ടപ്പോഴാണ് ആശ്വാസമായത്. അതുവരെ ആ പട്ടിക്കുട്ടിയും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് നാടുകളിൽ ഞാൻ യാത്ര പോയിട്ടുണ്ടെങ്കിലും ഓർത്തിരിക്കുന്നതും മനസ്സിനോട് ചേർത്ത് നിൽക്കുന്നതും ഹിമാലയ യാത്ര തന്നെയാണെന്നാണ് വിസ്മയ പറയുന്നത്. എൻ്റെയും അപ്പുച്ചേട്ടൻ്റെയും യാത്രകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പ്ലാനിങ്ങുമില്ലാതെയാണ് ചേട്ടൻ്റെ യാത്ര. ഇറങ്ങിക്കഴിഞ്ഞാണ് ആ സ്ഥലത്തേക്ക് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. എത്തിക്കഴിഞ്ഞേ താമസിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് തിരയൂ. അതിൽ രസമുണ്ടെന്ന് പറയുക. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തതിന് ശേഷമേ ഇറങ്ങുകയുള്ളൂ. അപ്പുച്ചേട്ടൻ യാത്രയിൽ മിനിമലിസ്റ്റാണ്. ഞാൻ കംഫർട്ടബിൾ സോണിൽ നിൽക്കുന്ന ആളും വിസ്മയ പറയുന്നു.